ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ഒരു മോർണിംഗ് വാക്കിനിടയിലാണ് നമ്മൾ പഴയ മുൻ ആഭ്യന്തരമന്ത്രി പ്രമുഖ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിടിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ രമേശിയോട് ചോദിക്കാനുള്ളത്, രമേശ് ശബരിമലയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്? അതെ അതെ അതാണ് സാധാരണ വളരെ ക്ലീൻ ആയിട്ട് തടിയൊക്കെ വളർത്തിയിട്ട്. ശബരിമല നൊയമ്പാണ്, അപ്പം അതുകൊണ്ടാണ്. എല്ലാ പ്രാവശ്യവും പോകുന്നത്. അതെ അതെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഇന്ന് കേരളം വളരെ ദുഃഖത്തിലാണ് രമേശ്. കാരണം ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അപകടം, ഈ അപകടങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ട്രാഫിക് നിയമലംഘനങ്ങളും അപകടങ്ങളും ഏറുന്നു. അങ്ങ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നതാണ്. നമുക്ക് ഏറെ വേദനാജനകമായ അവസ്ഥയാണ്. വളരെ ദുഃഖത്തോടെയാണ് ഈ വാർത്ത നമ്മൾ ശ്രവിച്ചത്. ഈ പെൺകുട്ടികൾ റോഡ് സൈഡിൽ നിൽക്കുമ്പം അവരുടെ പുറത്തേക്ക് ഒരു ലോറി വന്ന് വീഴുകയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇതുപോലെ 10-12 കുട്ടികൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ കാറ് ബസ്സിനടിയിൽ പോകുന്നു. വളരെ ഹൃദയം നുറുങ്ങുന്ന ഒരു സംഭവങ്ങളാണ് ഇതെല്ലാം. ഞാൻ ഓർക്കുന്നു, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ചു, സേഫ് കേരള. കാരണം യാത്രകൾ സുരക്ഷിതമാക്കുക. വാസ്തവത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ ശ്രദ്ധക്കുറവാണ് ഈ അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, നമ്മുടെ ആളുകൾക്ക് ട്രാഫിക് നിയമങ്ങൾ അറിയില്ല, അവരെ അത് പഠിപ്പിക്കണം. 2, വാഹനങ്ങൾ ഓടിക്കുന്ന ട്രാഫിക് പോലീസുകാർ ഈ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഹൈവേ പട്രോളിംഗ് ശക്തിപ്പെടുത്തണം. പോലീസുകാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കണം. ട്രാഫിക് പോലീസിൽ വേണ്ടത്ര പോലീസുകാർ തന്നെ ഇല്ല പലപ്പോഴും. അപ്പോൾ അതെല്ലാം ഞാനിരുന്ന കാലഘട്ടത്തിൽ ഹ്രസ്വമായൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ കുറേ നടപടികൾ സ്വീകരിച്ചിരുന്നു. ട്രാഫിക് പരിശീലനത്തിന് വേണ്ടി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക, കോളേജുകളിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെ നമ്മളന്ന് ചെയ്തിരുന്നതാണ്. മോഡൽ ട്രാഫിക് പാർക്കുകൾ ഉണ്ടാക്കുക. പക്ഷെ പിന്നീട് അതൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. ഏറ്റവും അടിയന്തരമായി വേണ്ടത്, ലോകത്തെ ഏത് പരിഷ്കൃത രാജ്യത്ത് പോയാലും ട്രാഫിക് നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനൊരു സംവിധാനമുണ്ട്. കേരളത്തിലാണ് ഒട്ടും അതില്ലാത്ത. ഏത് വഴി ആളുകൾക്ക് സഞ്ചരിക്കാം. ഏറ്റവും കൂടുതൽ അക്രമത്തിന് വിധേയമാകുന്നത് പെഡസ്ട്രിയൻസാണ്, കാൽനട യാത്രക്കാരാണ്. അവർക്ക് നടക്കാൻ കഴിയുന്നില്ല. അവർ നടന്നാൽ അവരുടെ വാഹനങ്ങൾ വന്ന് കയറുക, റോങ് സൈഡിലൂടെ വാഹനങ്ങൾ വരിക, സിഗ്നൽ ഉണ്ടെങ്കിൽ സിഗ്നൽ ലംഘിച്ച് പോവുക. ഇങ്ങനെയൊക്കെയുള്ള അത് അവബോധമില്ലായ്മയാണ്, ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇത് ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കാനും നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയൂ. രമേശ്, ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടതുണ്ട്. കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് പൊതുവിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഏറെ പേരും ആശങ്കപ്പെടുന്നൊരു സാഹചര്യമാണ്. അങ്ങ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നാണ് കേൾക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത കാലത്ത് നടക്കാൻ സാധ്യതയാണ്? സംഘടനാ തെരഞ്ഞെടുപ്പില്ല, സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ പൊതുവേദിയിലേക്ക് എത്തിക്കുന്നതിനോട് ജനങ്ങൾക്കും പ്രവർത്തകർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു വിവാദങ്ങളും പറയാനില്ലാത്തതുകൊണ്ടല്ല, പറയാൻ അറിയാത്തത് കൊണ്ടുമല്ല. പക്ഷെ നമ്മളുടെ ഒരു വാക്കുകൊണ്ട് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ, നമ്മളുടെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതിയാണ് പലപ്പോഴും പറയാത്തത്. അപ്പം നമ്മളിപ്പം UDF അധികാരത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയമാണ്. എല്ലാവരും, ഞാനടക്കം എല്ലാവരും അതുകൊണ്ട് തന്നെ യോജിച്ച് പോകേണ്ട ഒരു സന്ദർഭമാണ്. അപ്പം കഴിയുന്നത്ര വിവാദങ്ങൾ ഒഴിവാക്കി പാർട്ടി ഒറ്റക്കെട്ടായി പോകേണ്ട സമയമാണ്. പക്ഷേ ഈ കോൺഗ്രസിനകത്ത് കൂടിയാലോചനകൾ പലപ്പോഴും അങ്ങേപ്പോലുള്ള മുതിർന്ന നേതാക്കളോടൊക്കെ നമ്മൾ സംസാരിക്കാൻ മനസ്സിലാകുന്നത്, കൂടിയാലോചനകൾ തീരെ നടക്കാത്തൊരു സാഹചര്യം. ആ ഒരു സാഹചര്യം ഭൂഷണമാണോ? അല്ല, കൂടിയാലോചനകൾ വേണം. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. കുറേ കൂടി ലിബറലായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ല, അതെല്ലാം ഹൈക്കമാൻഡ് പ്രത്യേകം പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ ഒരു സംഘടനാ സംവിധാനവും ഇത്രയും പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഇതൊന്നും പരിഹരിക്കാതെ, ചർച്ച ചെയ്ത് പരിഹരിക്കാതെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്നാണ് കേട്ടത്. സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ? തെരഞ്ഞെടുപ്പില്ല, അത് കഴിഞ്ഞല്ലോ. അതിന് 5 വർഷം കഴിഞ്ഞിട്ടല്ലോ. മിസ്റ്റർ മല്ലികാർജ്ജുന ഖാർഗെയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമേ ആയിട്ടുള്ളൂ. ഇനി 3 വർഷം കൂടിയുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പൊന്നും ഉടനെ ഉണ്ടാവില്ല. അപ്പം കെ സുധാകരൻ തന്നെ തുടരുന്ന സാഹചര്യമായിരിക്കും. അത് വേണ്ടേ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം KPC പ്രസിഡൻ്റാണ്, തുടരുകയാണ്. അപ്പം അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു സാഹചര്യം ഞാൻ ഇപ്പോൾ കാണുന്നില്ല. എന്താണ് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. സംഘടനാ തലത്തിൽ ഒരു മാറ്റത്തിനൊരു ചർച്ച ഔദ്യോഗികമായി ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല. ഇനി മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ വരുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കാര്യം എന്താണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചാൽ
ഇപ്പോഴത്തെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാണ്. സർക്കാർ മാറണമെന്നുള്ള വികാരമുണ്ട്. അപ്പോൾ അത് ഫലപ്രദമാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഈ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കുറവാണെന്ന് പൊതുവേ മുതിർന്ന നേതാക്കളെല്ലാം പറയുന്നുണ്ട്. അല്ല, കോർഡിനേഷൻ കുറവാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം സർക്കാരിനെതിരായ സമരങ്ങളിലേക്ക് കടക്കേണ്ട സമയമായി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ട് പുറകെ തന്നെ പൊതു തെരഞ്ഞെടുപ്പിലേക്കും പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്ലാനിങ് എന്തുകൊണ്ടാണ് നടക്കാത്തത്? ദീപക്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും വലിയ വികാരം ഇപ്പം നിലനിൽക്കുന്ന ഒരു കാലമാണ്. എല്ലാ രംഗത്തും അഴിമതി എന്ന് പറഞ്ഞാൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരാൻ ഞാൻ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ധാരാളം ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ രേഖകളുടെ സഹിതം ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ 2 തവണ ഇപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുവന്നു. ഈ അടുത്ത സമയത്ത് KSEBയുടെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ 12 പൈസ 16 പൈസ അടിച്ചേൽപ്പിക്കുക, 12 പൈസ അടുത്ത മാസം അടിച്ചേൽപ്പിക്കുക. ആരുടെ കുറ്റം കൊണ്ട്? ഗവൺമെൻറ് പിടിപ്പുകേടുകൊണ്ട്. ഗവൺമെൻറ് പിടിപ്പുകേടുകൊണ്ട് സംഭവിച്ചതാണ്. 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി 10-നും 14 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിച്ച് ജനങ്ങളുടെ തലയിൽ ഷോക്കടിപ്പിക്കുകയാണ് ഇവിടെ. എന്തൊരു മര്യാദകളാണ് നടക്കുന്നത്. അതുപോലെ കാർബോറണ്ടത്തിൻ്റെ ഇഷ്യൂ ഞാൻ കൊണ്ടുവന്നു. ആ ഇഷ്യൂ ഒരു വലിയ അഴിമതിയാണ്. 30 വർഷത്തേക്ക് BOT കരാർ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിച്ചു വന്ന ആ കാർബോറണ്ടത്തിൻ്റെ കാലാവധി കഴിയാണ് ഡിസംബർ 30-ന്. അടുത്ത 25 വർഷം കൂടെ അവർക്ക് കൊടുക്കുക, സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയാണ്. 13-12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക ഫ്രീ. നമ്മുടെ നാട്ടിൽ എന്താ ഈ നടക്കുന്നത്? ചോദിക്കാനും പറയാനും ആരുമില്ല. പിണറായി വിജയൻ്റെ ഏകാധിപത്യം നടപ്പാകുന്നു. ശരിയാണോ ഇത്? അല്ല, പ്രതിപക്ഷത്തിന് ഇത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, കാരണം രമേശ് ജി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സഭയിലായിരുന്നു പോരാട്ടം നടന്നിരുന്നത്, നിരവധി രേഖകൾ വരുത്തി. അത്തരത്തിലുള്ളൊരു പ്രവർത്തനമേ നടക്കുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നും പറയാം. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂട്ടായ പ്രവർത്തനം, എല്ലാവരും കൂടി രംഗത്തിറങ്ങുമ്പോഴാണ് ഇത് അന്തരീക്ഷം കൂടുതൽ ശക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് UDF ൽ പുതിയ ഘടകകക്ഷികളെ കൊണ്ടുവന്ന ഒരാളാണ്. പുതിയ ഘടകകക്ഷികൾ വരാനുള്ള സാധ്യതയുണ്ട്? അല്ല, അതേപ്പറ്റി ഒന്നും ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇപ്പോൾ UDF ശക്തമാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, നല്ല മുന്നേറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ആലോചന നടന്നിട്ടില്ല. UDF എല്ലാ നിലയിലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയപ്രതീക്ഷയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ പൂർത്തിയായി ശക്തമായി തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് തീരുമാനം. താങ്ക് യു രമേശ് ജി. കുറച്ച് കാലമായി ഞാൻ വിവാഹമാണ് ഇല്ല വിളിച്ചിരിക്കുന്നു. 25 അതെ വിവാഹമംഗളാശംസകൾ. താങ്ക് യു രമേശ് ജി. അതെ താങ്ക് യു. വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ അനിവാര്യത ഇപ്പോഴില്ല. കാരണം ഖാർഗെയുടെ തെരഞ്ഞെടുപ്പോടുകൂടി സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതാണ് എന്നാണ് രമേശ് ജി പറയുന്നത്. മറ്റൊന്ന്, കൂടിയാലോചനകൾ നടക്കണം. എല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ സർക്കാരിനെതിരായ ജനവികാരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലും വലിയ വിജയം UDF കൊയ്യാൻ സാധിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്.